ഇപ്പോൾ ഡെയിലി വീട്ടിലിരിക്കാൻ സമയമില്ല, പകരം എല്ലാ ദിവസവും എന്തെങ്കിലും പരിപാടി ഉണ്ടായിരിക്കും പുറത്തു പോകാനായിട്ട്. രാവിലെ തന്നെ നല്ല ചുമയും തുമ്മലും ഒക്കെ ഉണ്ടായിരുന്നു. ഇറങ്ങാൻ നേരമായപ്പോഴത്തേനും നല്ല മഴയും അതേപോലെ തന്നെ വെയിലും വന്നു. രണ്ടും വന്നു കഴിഞ്ഞാൽ അത് കുറുക്കൻ്റെ കല്യാണമായിരിക്കും. എല്ലാം ശാന്തമായിട്ട് ഇറങ്ങുള്ളൂ എന്ന് പറഞ്ഞ അമ്മ ഒരൊറ്റ വാശിയിലായിരുന്നു. പിന്നെ പൂച്ചേനെ കണി കണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ദോഷാന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി അമ്മ അതേപടി കയറി ഇരിപ്പുണ്ട്. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം വീണ്ടും ഇറങ്ങാൻ. മഴേനെയും പൂച്ചേനെ നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വീട്ടിലിരിക്കുള്ളൂ എന്ന് മനസ്സിലായപ്പോൾ പിന്നെ നമ്മൾ ഇറങ്ങി. അപ്പം ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും നല്ല വെയിൽ. എന്തുവാണ് ഇത്? പിന്നെ കറക്റ്റ് സമയത്ത് എത്തിയോണ്ട് കറക്റ്റ് ബസ്സും കിട്ടി. ഇനി എങ്ങാനും ബസ് മിസ്സായിരുന്നെങ്കിൽ അമ്മേന്റെ കൊന്നേനെ ഉറപ്പാ. ബസ് ഇറങ്ങി അടുത്തൊരു ഓട്ടോയും പിടിച്ച് നമ്മൾ നേരെ ആന്റിയുടെ വീട്ടിൽ പോകും. ഫുട്ബോളും കളിച്ച് കാലൊടിഞ്ഞിട്ട് 2-3 ദിവസമായിട്ട് ഒരാൾ വീട്ടിലിരിപ്പുണ്ട്. ആ വ്യക്തിനെ കാണാനാണ് നമ്മൾ പോകണം. വീട്ടിൽ കയറി കഴിഞ്ഞാൽ സൽക്കാരം അത് നിർബന്ധ. ബിസ്ക്കറ്റ് കഴിച്ചിരുന്നോണ്ട് പിന്നീടാണ് ആലോചിച്ചത് കാലൊടിഞ്ഞ ആളെയാണ് കാണാൻ വന്നത്. അയാളുടെ ആയിരിക്കും. അവിടെ അടുത്ത് തന്നെയാണ് എന്റെ ഫ്രണ്ടിന്റെ വീട്. അപ്പൊ അവളൊന്ന് കണ്ടേച്ച് വരാമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ആള് പോയിട്ട് അവിടെ ഒരു പൊടി പോലും ഇല്ല. അപ്പൊ അതുകൊണ്ട് ചമ്മി നേരെ തിരിച്ചു വിട്ടു. വീട്ടിൽ നിന്ന് അമ്മേനെ അങ്ങ് ഉഗാണ്ടേ കിടക്കണ എന്റെ ചേച്ചീനെ ഞാൻ പൊക്കിക്കൊണ്ട് പോകുന്നത് സാരി എടുക്കാൻ വേണ്ടിയിട്ടാണ്. സോറി, നോട്ട് ദ പോയിന്റ്, സാരി സെലക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 പേര്, അതായത് ഞങ്ങൾ 3 പേര് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ അടിയാകും. കാരണം എന്റെ സെലക്ഷൻ വേറെ, അവരുടെ സെലക്ഷൻ വേറെ. എനിക്കൊരു സാധനം ഇഷ്ടപ്പെട്ടാലും ഞാൻ സെലക്ട് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഞാൻ എടുക്കുകയുള്ളൂ. കൂടെയുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന പിന്നെ എന്തിനാ ഇവരെ കൊണ്ടുപോകണം? ഇവരെ കൊണ്ടുപോകുന്നൊരു ചുമ്മാ, അതായത് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് പറയണം. 2 കടയിലും കയറി ഞാൻ സാരി ഒന്നും എടുത്തില്ലാത്തതുകൊണ്ട് ഇവർക്ക് മനസ്സിലായി ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ സാരി എടുക്കില്ല. അതുകൊണ്ട് നമ്മൾ നേരെ വീട്ടിൽ പിന്നെ ഒരു ചായയും പഴംപൊരിയും കഴിച്ച് അവിടെ ഇരിപ്പാറും. ഇനി നിങ്ങൾ ബിഗ് സ്ക്രീനിൽ കാണാൻ പോകുന്നത് അനുജ ജെയിനാണ്. അതായത് 8 പഴംപൊരി വാങ്ങിച്ചതിൽ ഏറ്റവും വലിയ പഴംപൊരി തിരഞ്ഞെടുക്കുന്ന ഒരു പ്രക്രിയയാണ്, അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇതിവിടെ നോർമൽ ആയിട്ടുള്ള ഒരു കേസാണ്. പഴംപൊരി കഴിച്ച് തൊണ്ടയിൽ ഇറങ്ങണേന് മുന്നേ തന്നെ നമ്മൾ വാങ്ങിച്ച് മാഗിയും കൂടി ഉണ്ടാക്കി ഞങ്ങൾ പിന്നെ ഒരിക്കലും നടക്കാത്ത ബിസിനസ് കഥകളായിട്ട് അങ്ങോട്ട് പോയി. എന്തായാലും ഇന്ന് നമ്മൾ സാരി എടുക്കാൻ നോക്കിയിട്ട് നടന്നില്ല, പക്ഷെ നമ്മൾ നാളെ എടുക്കും. അത് ഞാൻ ഒറ്റയ്ക്കായിരിക്കും പോകുന്നത്. അപ്പം നാളെ കാണാം.